ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് നോ കോസ്റ്റ് ഓർഗനൈസേഴ്സിൻ്റെ DIY വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രണ്ടും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ കാണിക്കുന്നത് ഇതുപോലെയുള്ള ഡ്രോസൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇങ്ങനെ റാൻഡം സ്റ്റഫൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡ്രോ. അപ്പോൾ അതൊക്കെ ഓർഗനൈസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മളതിൽ സ്റ്റോർ ചെയ്യുന്ന ഐറ്റംസൊക്കെ നമുക്ക് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലുമുള്ളൊരു ഓർഗനൈസറാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രോയുടെ വിഡ്ത്തും ലെങ്ത്തൊക്കെ ഒന്ന് മെഷർ ചെയ്തിട്ട് അതേ വിഡ്ത്ത് നമ്മൾ ഈ ബോക്സിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബേസൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഒട്ടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഡ്രോ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ട് അത് ക്ലീൻ ചെയ്തും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഓർഗനൈസർ ഒന്ന് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കാർഡ്ബോർഡ് നമ്മളിതിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ഷീറ്റ് വെച്ചിട്ട് ഒന്നും കൂടെ നമ്മൾ ആ ഒരു ഡിവിഷനും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഓരോ സ്റ്റെപ്പും അതിലേക്ക് തന്നെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നീറ്റ്ലി ഓർഗനൈസ് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു കുറച്ച് സ്റ്റഫാണ്. അപ്പോൾ പല സൈസിലും ഷേപ്പിലൊക്കെ ഉള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസ് ചെയ്തെടുക്കാനോ ബുദ്ധിമുട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പില്ലറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു നീളത്തിലുള്ള സെക്ഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഈ കോർണറിലുള്ള സെക്ഷൻ ഞാൻ ഇതുപോലെ ഒന്ന് കുറച്ച് സെക്ഷനായിട്ട് തന്നെ അതും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സ്പൂണും വലിയ സ്പൂൺസ് പിന്നെ അതുപോലെ നമ്മുടെ ടിഷ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും നമുക്ക് പെട്ടെന്ന് ഡ്രോ തുറന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സെക്ഷൻ ഞാനിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വലിയ ട്രയാങ്കിളിൽ നമ്മൾ ടിഷ്യൂ ആണ് വെച്ച് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു എക്സ്ട്രാ ഹോൾഡർ അതിൻ്റെ സൈഡിലുള്ള കുറച്ച് ഗ്യാപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 കപ്പ് യൂസ് ചെയ്തിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ക്ലിപ്സൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ എക്സ്ട്രാ ഓയിൽ ബ്രഷും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നോ കോസ്റ്റിൽ ഒരു ഓർഗനൈസർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡ്രോ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ഓരോ ഐറ്റമും ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഓർഗനൈസർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള പേപ്പർ ബാഗ്സാണ്. അപ്പോൾ നല്ല കട്ടിയിലുള്ള നല്ല ഹാൻഡിലൊക്കെ വരുന്ന പേപ്പർ ബാഗ്സൊക്കെ നമ്മൾ വെറുതെ കളയലാണ് ചെയ്യൽ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റീയൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയുള്ള പേപ്പർ ബാഗ് ഞാനിതാ അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഫോൾഡ് ചെയ്ത പോർഷനിലൂടെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ബേസ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഇതിൻ്റെ ബേസിലേക്കൊന്ന് ഒട്ടിച്ചും കൂടെ എടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പേപ്പർ ബാഗിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സെൻറ്ററിൽ വന്നിട്ടുള്ള ആ ഒരു ഹാൻഡിൽ ഇപ്പോൾ സൈഡ് പോർഷനിലേക്കാക്കിയിട്ട് 2 ഹാൻഡിലും സൈഡിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ബാസ്ക്കറ്റ് ഫോമിൽ നമുക്ക് ഈ ഒരു പേപ്പർ ബാഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഡബിൾ ലെയർ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പേപ്പർ ബാഗിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ പേപ്പർ ബാഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു പേപ്പർ ബാഗ് വെച്ചിട്ട് വേറൊരു ബാഗും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സെയിം പ്രോസസ്സിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബാഗാണിതും. അപ്പോൾ ഇത് നമുക്ക് ബാസ്ക്കറ്റ് ഫോമിൽ നമുക്ക് ഇത് 2 ബാഗും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു നോ കോസ്റ്റ് ഓർഗനൈസേഴ്സാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ ഡ്രസ്സ് ഓർഗനൈസറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഞാനിന്ന് ഇത് യൂസ് ചെയ്യുന്നത് കിച്ചണിലാണ്. അപ്പോൾ കിച്ചൺ സ്റ്റഫൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലുള്ള ബാസ്ക്കറ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ ഓപ്പൺ ചെയ്യാത്ത ഫുഡ് പാക്കറ്റ്സൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രൊഡക്ട്സൊക്കെ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ബാസ്ക്കറ്റിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള നോ കോസ്റ്റ് ഓർഗനൈസേഴ്സൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചെറിയ ബാസ്ക്കറ്റിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തെടുക്കുന്നത് ഓപ്പൺ ചെയ്യാതെ വെച്ചിട്ടുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ചെറിയതിലും കൂടെ ഓർഗനൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടെയ്നറിലൊക്കെ മാറ്റിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഇതിലേക്ക് പുതിയതായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന എക്സ്ട്രാ ഓപ്പൺ ചെയ്യാത്ത ഓപ്പൺ ചെയ്യാത്ത ഫുഡ് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് വിസിബിൾ ആകാനും പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. നമ്മൾ ഒരുപാട് ബാസ്ക്കറ്റിലൊക്കെ ഇട്ട് വയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള വേ ആണിത്. അപ്പോൾ ഇതാ നമ്മൾ നോ കോസ്റ്റ്ലി ചെയ്തെടുത്തിട്ടുള്ള 2 ഓർഗനൈസേഴ്സാണിത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള 2 ഓർഗനൈസേഴ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതാ നമ്മൾ ഇപ്പോൾ ഷെൽഫിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോ ഐറ്റംസും എടുക്കാനും തിരിച്ചു വയ്ക്കാനൊക്കെ വളരെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.